നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരി അണ്ണാ. നമ്മളെ മഞ്ചാടി പോട്ടെ. ശരി അങ്ങളെ. നമ്മളെ കേറുമോളെ. ശരി എന്നാ. മോളെ, അങ്കിളേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വരാം. മോൾ ഇവിടേക്ക് നടന്നൊന്ന് കണ്ടോളൂ. ശരി. എന്തിനാണ് നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? അമ്മേ, നമ്മള് ജയിച്ചമ്മേ, നമ്മള് ജയിച്ചു. മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ. അമ്മേ, മാമനോടെ? ഇവിടെയുണ്ട്. മാമാ, എടോ മാമാ. എന്തുവാടാ? ആഹാ, വന്നല്ലോ വനമാല. മാമാ, നമ്മള് ജയിച്ചു മാമാ, നമ്മള് ജയിച്ചു. അനന്തമാഷും ചീരും വന്നു മാമാ. അവര് ഇപ്പൊ എത്തും. എന്റെ ഈശ്വര, ഇവൻ എന്തൊക്കെയാ പറയുന്നേട്ടാ? അനന്തമാഷും ചീരു ഇവിടെ വരൂന്നാണോ? ഇവിടെ വരാൻ അവർക്കെന്താ ഭ്രാന്തുണ്ടോ ലതികെ? ഇവൻ വെറുതെ പിച്ചും പേയും പറയാ. ഞാനാണോ പിച്ചും പേയും പറയുന്നത്? വെറുതെ എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. എന്റെ മാമ ചീരു അച്ഛനും പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ വന്നു എന്നാ ഞാൻ പറഞ്ഞത്. ചീരു പ്രഗ്നന്റ് ആണെന്ന് അനന്തമാഷ് SIയോട് സമ്മതിച്ചിരുന്നല്ലോ. ആ വിവരം അവരിൽ നിന്ന് SI ഇന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തും. അതോടെ കേസ് നമ്മൾ ജയിക്കും മാമ. അവക്ക് പിന്നെ ഒരിക്കലും എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിനക്ക് വല്ല ബുദ്ധിഭ്രമവും സംഭവിച്ചോന്നാ എന്റെ സംശയം. ഓ, നെഗറ്റീവ്. നിങ്ങൾ ഫുൾ നെഗറ്റീവ് ആണല്ലോ മാമ. നിങ്ങളോട് പറയുന്നത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മ കേക്കണം. ചീരുവിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന് അവൾ എഴുതി ഒപ്പിട്ട് തരാൻ പോവാമേ. ആ തെളിവ് നമ്മുടെ വക്കീല് കോടതിയിൽ ഹാജരാക്കും. ലോകത്തിൽ ഇന്ന് വരെ ഗർഭിണിയായ പെണ്ണിനെ ഏതെങ്കിലും കോടതി വിവാഹമോചനത്തിന് നിർബന്ധിച്ചതായിട്ട് അമ്മ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഒരു കോടതി അത് ചെയ്യില്ല അമ്മേ. അപ്പൊ ജയിക്കാൻ പോകുന്നത് ആരാ? നമ്മൾ തന്നെയല്ലേ? അല്ലേ മാമാ, മണ്ടൻ മാമാ. കോടതി ഡിവോഴ്സ് അനുവദിച്ചില്ലെന്ന് വെച്ച് ചീരു നിന്റെ അടുത്തേക്ക് വരുമോ വിനയ? വരണ്ട, അവള് വരണ്ടെന്നേ. പക്ഷെ നിയമപരമായി എന്റെ ഭാര്യയായിരിക്കെ തന്നെ അവൾ എന്റെ കുഞ്ഞിനെ പ്രസവിക്കുമല്ലോ. എനിക്കത് മതി. എനിക്ക് ജനിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. 2 പെൺകുട്ടികളെ അമ്മയോടൊപ്പം വിട്ട് ആൺകുട്ടിയെ അച്ഛന് കൊടുക്കാൻ കോടതി വിധിക്കും. എനിക്കത് മതി. എനിക്കെന്റെ മോനെ കിട്ടിയാ മതി മാമ. പോരെ അമ്മേ? അമ്മയ്ക്കൊരു പേരക്കുട്ടിയെ കിട്ടിയ സന്തോഷാവില്ലേ? എനിക്ക് പേരക്കുട്ടി മരുമോളൊന്നും വേണ്ട, നീ മതി. എന്റെ പഴയ വിനയനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. പോരമ്മേ, അത് പോരാ. നമ്മുടെ കുടുംബ പാരമ്പര്യം നിലനിർത്താൻ ഒരു അനന്തരാവകാശി വേണ്ടേ? അതിന് വിനയന്റെ മകൻ വരണം. അവൻ വരുമമ്മേ. എന്റെ മോനെ ഞാൻ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരും. എന്നാ ഞാൻ ഇറങ്ങാം. അവരെത്തുമ്പോ ഞാൻ അവിടെ ഉണ്ടാവണം. SI എന്നെ വിളിച്ചു പറഞ്ഞത് അവരുടനെ വരുമെന്നാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അമ്മ ഇന്ന് എന്നെ സ്പെഷ്യലായിട്ടൊന്ന് അനുഗ്രഹിക്കണം. ഞാനേ ഇന്ന് വീണ്ടും എന്റെ വണ്ടി എടുക്കാൻ പോവാ. വണ്ടി എടുക്കാൻ പോകുന്നത്? എടാ, സ്വന്തമായിട്ട് ബൈക്ക് ഓടിക്കാനൊക്കെ പറ്റുമോ നിനക്ക്? നോക്കട്ടെ മാമ, നമ്മൾ ശ്രമിക്കാതെ ഒന്നും സാധിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. എന്റെ ഈശ്വര, വയ്യാത്ത കാലം വെച്ച് വണ്ടി ഓടിച്ചു പോയി വല്ല ആക്സിഡന്റ് സംഭവിച്ച അതുകൂടി കാണേണ്ടി വരുമല്ലോ ഞാൻ. എന്റെ അമ്മ ഇതേ ഒരു കുഴപ്പമില്ല. അമ്മ പേടിക്കൊന്നും വേണ്ട. അമ്മയുടെ മോൻ അങ്ങനെ പെട്ടെന്നൊന്നും ചത്തുപോകില്ല. ഷോക്കടിച്ച് വീണപ്പോ ഞാൻ തീർന്നു എന്ന് കരുതിയവരായിരുന്നില്ല എല്ലാവരും. അതിന് ശേഷം ഞാൻ എഴുന്നേറ്റതും ഇങ്ങനെ നടന്നതൊക്കെ കണ്ടിട്ട് ഡോക്ടർമാർ പോലും ഞെട്ടിപ്പോയതല്ലേ. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഇപ്പോഴും ഒരു ഭാഗം തളർന്ന് കിടപ്പുണ്ടാകുമായിരുന്നു. എന്നാ വിനയനോ
എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തില്ലേ അമ്മേ? അത് ശരിയാ. വീട്ടിൽ തളർന്നു കിടക്കണ്ടവനെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിൽ വരെ പോയി കിടന്നു. അത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ വിനയാ. മാമൻ എന്നെ ആക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിലും ഞാനൊരു അഭിമാനം കാണുന്നുണ്ട്. മുറിച്ച മുറി കൂടുന്ന ഇനമാണ് വിനയനെന്ന് മാമനും സമ്മതിച്ചല്ലോ. അപ്പൊ ഞാൻ പോയിട്ട് വരാം അമ്മേ, പോയിട്ട് വരാം. ഏട്ടാ, അവൻ വണ്ടി എടുത്തോണ്ട് പോയി വല്ല അപകടത്തിലും പെടുവോ? എനിക്കെങ്ങനെ അറിയാം? അവൻ തീരുമാനിച്ചതല്ലേ. ഇനിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അവസാനം ചേരേണ്ടവർ തന്നെ ചേരാൻ പോവുകയാണല്ലോ സച്ചിദാനന്ദ. 10 10 പൊരുത്തുന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. എന്നാ അതുപോലുള്ള ജാതകങ്ങള് കയ്യിൽ കിട്ടുന്നത് അപൂർവ. പക്ഷേ അതാണിത്. ദൈവാധീനമുണ്ട്. മോളുടെ കല്യാണം നടക്കാൻ ഞാൻ പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തിയിരുന്നല്ലോ. അതിന്റെ ഫലം കൂടിയാണിത്. ആദ്യം തീരുമാനിച്ച കല്യാണം മുടങ്ങാൻ ഇടവരുത്തിയതും ഈ കല്യാണം കൊണ്ടുവന്നതും ദൈവം തന്നെയാണെന്ന് കരുതാം. ധൈര്യമായിട്ട് ഈ മലയാള മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ കല്യാണം നടത്തിക്കോളൂ. എല്ലാം മംഗളമായിട്ട് നടക്കും. കല്യാണത്തിന് നല്ലൊരു മുഹൂർത്തം കൂടി പണിക്കരി സാറ് തന്നെ കുറിച്ചു തരണം. അതിനെന്താ, ഞാൻ ഒന്നുകൂടി ജാതകം പരിശോധിച്ചിട്ട് ഏറ്റവും നല്ലൊരു മുഹൂർത്തം തന്നെ കുറിച്ചു വച്ചേക്കാം. സച്ചിദാനന്ദൻ രാവിലെ കുടുംബക്ഷേത്രത്തിലേക്ക് വന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. മുഹൂർത്ത ചാർത്ത് ദേവിക്ക് മുമ്പിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ച് തന്നേക്കാം. എന്താ പോരെ? മതി, അത് മതി. അപ്പൊ ശരി.